എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലോട്ട് ഇന്ന് നമ്മൾ ടാരിഫും ട്രംപൊക്കെ ഒന്ന് വിട്ടുപിടിക്കാമെന്ന് വിചാരിച്ചു. ഈ കളവൻ ഇന്ന് കൂട്ടും നാളെ കുറയ്ക്കും, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും അടിയും പിന്നെ കയറും. ഇന്നിപ്പോൾ ദാണ്ടെ 90 ദിവസത്തേക്ക് വീണ്ടും പോസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നടക്കാൻ പോകണമെന്ന് ദൈവത്തിന് അറിയാം. കാരണം ലോകമെമ്പാടും സ്റ്റോക്ക് മാർക്കറ്റ് തകർന്ന് തരിപ്പണമായി. പണക്കാരൻ വീണ്ടും പണക്കാരാവെന്ന് പറഞ്ഞില്ലേ. കാരണം പണക്കാരന് ഇത് വീണ്ടും താഴോട്ട് മുമ്പ് മേടിച്ച് വയ്ക്കാം. സാധാരണക്കാരൻ്റെ അല്ലേ നട്ടലൊടിയുന്നത്. എനിവേ 3 വർഷത്തേക്ക് വീണ്ടും പുള്ളി പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചൈനയോടില്ല എന്ന് പറയുന്നുണ്ട്, കാനഡയ്ക്ക് 10% ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒന്നിനും ഒരു വ്യക്തതയില്ല. എന്തായാലും എവിടെ ചെന്ന് അവസാനിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ മധുരം കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും പ്രശ്നമാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയില്ലേ. കേരളം ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമായിരിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് ഗോവയിലാണ്. ഗോവയിൽ 26.4% ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പോണ്ടിച്ചേരി 26.3, പിന്നെ കേരള 25.5. അപ്പോൾ ഇന്ത്യയുടെ തന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻ്റ് ഉള്ളത് ചൈന, ഇന്ത്യ, പാകിസ്ഥാനാണെന്ന് പറയുന്നത്. അപ്പം ഈ പ്രമേഹ രോഗം അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു അസുഖം വളരെ വ്യാപകമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പകർച്ചവ്യാധി അല്ല. ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം നമ്മൾ പറയാറുള്ളത് ഇത് പാരമ്പര്യമായിട്ട് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പാരമ്പര്യമായ അസുഖമാണെന്നാണ്. എന്നാൽ അത് മാറി ഇപ്പോൾ ഇത് ജീവിതശൈലി രോഗമായിട്ട് മാറി. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. ഞാനിത് പറയാനായിട്ട് ഞാനൊരു ഡോക്ടറോ ഞാനൊരു എൻഡോക്രൈനോളജിസ്റ്റോ ഒന്നുമല്ല. എങ്കിലും കഴിഞ്ഞ 26 വർഷമായിട്ട് ഈ ഡയബറ്റിക്കിനെ സ്നേഹിച്ചും മാനിച്ചും ബഹുമാനിച്ചും പോകുന്നൊരു വ്യക്തിയാണ്. ഈ ഡയബറ്റിക്കിലൊരു ചൊല്ലുണ്ട്, ഡയബറ്റിക്കിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ നിങ്ങൾ ഭാര്യമാരെ പോലെ സ്നേഹിക്കണമെന്ന്, ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ. കാരണം ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത ഇത് കഴിഞ്ഞാൽ കുടുംബകലം ഉണ്ടാവും അല്ലേ. ആ കുടുംബകലം അവസാനം പലതിലും ചെന്ന് കലാശിക്കാം. പല കുടുംബകലഹങ്ങളും ഡിവോഴ്സിൽ കലാശിക്കും, ആത്മഹത്യ, കൊലപാതകം, ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കലാശിക്കും. എന്ന് പറഞ്ഞതുപോലെ ഡയബറ്റീസിനോട് നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഡയബറ്റിക്കിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ മധുരം കഴിക്കുക, ഇഷ്ടംപോലെ ചോറ് കഴിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. അത് പല വലിയ പ്രശ്നങ്ങളിൽ എന്ന് കലാശിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കാല് മുറിച്ച് കളയുക. കാലാണ് ഏറ്റവും കൂടുതൽ. കാലുമ്മേ മുറിവ് വരും. ആ മുറിവ് പിന്നെ പൊറുക്കാതെ വരുമ്പോൾ വിരലിൽ നിന്ന് ആരംഭിക്കും. ആദ്യം വിരൽ മുറിക്കും, പിന്നെ പത്തി മുറിക്കും, പിന്നെ മുട്ടിന് താഴോട്ട് മുറിക്കും, പിന്നെ മുട്ടിന് മേലോട്ട് മുറിക്കും. ഇതാണ് ഡയബറ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ. അങ്ങനെയുള്ള അനേക പേഷ്യൻസിനെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയബറ്റിക്കിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഇത് വന്നു എന്നറിയുമ്പോൾ നമ്മൾ സ്വയം ചികിത്സ തുടങ്ങും. ഡോക്ടർമാരുടെ അടുത്ത് പോവില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ല, നമ്മൾ സ്വയം ഡോക്ടറാവും. എന്നിട്ട് നമ്മൾ വളരെ ഡയറ്റ് കൺട്രോളിങ്, പിന്നെ എക്സസൈസ്, ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ ചെയ്യും. അവസാനം ഇത് ഒന്നിലും ചെന്ന് പെടാതെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഡോക്ടർമാരിലും മരുന്നിലും ആശ്രയിക്കും. പിന്നീട് മുഴുവൻ പിന്നെ അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകും. പക്ഷെ എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്, നിങ്ങൾ സ്വയം ഒരു ഡോക്ടറായി മാറണം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ മാറ്റങ്ങൾ, നമ്മൾ എന്ത് കഴിക്കുമ്പോൾ എന്താണ് നമ്മളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഷുഗർ എത്രമാത്രം കൂടുന്നുണ്ട് എന്നുള്ള ആ ഒരു റിയാലിറ്റി, എങ്ങനെ നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരത്തോടും നമ്മളുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനോടും അതുപോലെ ഷുഗർ ലെവൽ കൂടുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ ഒരു പരീക്ഷണം നടത്തി അതിൽ നമ്മൾ ഒരു തീരുമാനത്തിലെത്തിക്കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ സ്വയം ഡോക്ടറാവുകയും അതേസമയം മരുന്നിനെ ആശ്രയിക്കുകയും ഡയറ്റ് നോക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോയില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ ലെവൽ ഒരു 150-നും 200-നും ഇടയിൽ സാധാരണ ഡേ ടൈമിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് 200-ന് മേലെ 250, 300 ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുക. പലർക്കും അത് 400, 500 ആവാറുണ്ട്. പക്ഷെ അതാരും അറിയുന്നില്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യും.
ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂറിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ നമുക്ക് വന്നു എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്നത് മധുരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കും. പക്ഷേ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഷുഗർ കൂടുന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണ്. അപ്പോൾ നമ്മളിപ്പം പാല് കുടിച്ചാലും ചായ കുടിച്ചാലും അല്ലെങ്കിൽ മറ്റേതൊരു ഭക്ഷണ വസ്തു, ചപ്പാത്തി ആവട്ടെ പൊറോട്ട ആവട്ടെ, എന്ത് കഴിച്ചാലും ഈ ഷുഗർ കൂടും. പക്ഷേ ചില ഭക്ഷണത്തിൽ ഇത് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഇപ്പോൾ പൊട്ടാറ്റോ അടങ്ങിയ ഭക്ഷണമാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ഒരു പൊറോട്ട മതി ഷുഗർ നേരെ അടിച്ച് കയറാനായിട്ട്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല. പിന്നെ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, രാവിലെ ഷുഗർ നോക്കി, അത് 150 ഉള്ളോ അല്ലെങ്കിൽ 125 150 ആയിക്കോട്ടെ, അത് നമ്മൾ വലിയ കുഴപ്പമില്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ രാവിലെ തന്നെ ഒരു വലിയ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഈ സാധനം നേരെ 300-ലോട്ട് പോയിണ്ടാവും. ഈ 300-ൽ പോയത് പിന്നെ താഴോട്ട് വരാനായിട്ട് സാധാരണ 2-2.5 മണിക്കൂറിൽ വരണം. സാധാരണ ഉള്ള ഇൻസുലിൻ പ്രവർത്തിക്കുന്ന ഒരാളുടെ ശരീരത്തിലാണെങ്കിൽ ഇത് ഒരു 2-2.5 മണിക്കൂറിൽ നേരെ വീണ്ടും ഒരു 150-ലോട്ടോ അല്ലെങ്കിൽ 150-200 ഇടയിൽ വരണം. അത് വരാതിരിക്കുകയും വീണ്ടും നമ്മൾ അടുത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഈ 300-350 നിന്ന് ഇത് വീണ്ടും 400-450-ലോട്ട് പോകും. അത് കഴിഞ്ഞ് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ വീണ്ടും കഴിക്കും. ഈ പ്രമേഹ രോഗികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊരു ആർത്തി ഉണ്ടായിരിക്കും അവർക്ക്. എന്ത് കണ്ടാലും കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അപ്പോൾ ആ തോന്നലിൽ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. ഇത് വീണ്ടും വീണ്ടും മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം എന്ത് ചെയ്യും, നമ്മൾ രാത്രിയാകുമ്പോൾ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് കിടന്നുറങ്ങും. ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ നോക്കുമ്പോൾ മിക്കവാറും സാധാരണക്കാർക്കെല്ലാം ഒരു 150-200 ഇടയിലാകുമ്പോൾ അവർ വിചാരിക്കാം വലിയ കുഴപ്പമില്ല, ഷുഗർ കൺട്രോൾഡാണെന്ന് വിചാരിക്കും. പിന്നെയും പകൽ തന്നെ ആവർത്തിക്കും. അപ്പോൾ കുറച്ച് നാളുകൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിയിരുന്നിട്ട് പെട്ടെന്ന് നമ്മുടെ കാലിനൊരു മുറിവ് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പൊട്ടലോ ചീറ്റലോ വരുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ അത് പൊറുക്കാതെ വരുമ്പോൾ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അനേകം നാളുകളായിട്ട് ഷുഗർ ലെവൽ കൂടിയിരിക്കുകയാണെന്നുള്ളത്. ഉടനെ ഇൻസുലിൻ എടുക്കും, ഇതിനെ കുറയ്ക്കാൻ നോക്കും. പക്ഷേ ആ സമയത്തൊന്നും ചിലപ്പോൾ ഈ പഴുത്ത മുറിവ് ഉണങ്ങിക്കൊള്ളുന്നില്ല. അങ്ങനെ ആ പഴുത്ത മുറിവ് ഉണങ്ങാതെ ഇൻഫെക്ഷനായിട്ട് വരുമ്പോൾ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത് ഇതിനി ഒരുപാട് മേലോട്ട് കയറി പോവാതിരിക്കണമെങ്കിൽ ഇത് വന്നിടത്ത് വെച്ച് മുറിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു കാലിൻ്റെ വിരലിനായിരിക്കാം, അല്ലെങ്കിൽ പത്തിക്കായിരിക്കാം, അപ്പോൾ അത് അവിടെ വെച്ച് മുറിച്ചു. പിന്നെ അങ്ങനെ ഈ സംഗതി അൺകൺട്രോൾഡായിട്ട് വരുമ്പോൾ കിഡ്നിയുടെ കംപ്ലീറ്റ് പ്രവർത്തനം നിന്ന് കഴിയുമ്പോൾ പിന്നെ ഡയാലിസിസിന് റെഫർ ചെയ്യും. പിന്നെ നമ്മൾ ഡയാലിസിസ് ആരംഭിക്കും. ഈ ഡയാലിസിസിന് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ 2 ദിവസം കൂടുമ്പോഴാണ് നമ്മളിത് പോകുന്നത്. 1.5 ഇടവിട്ട് ഡയാലിസിസിന് പോകണം. ഈ ഡയാലിസിസ് ചെയ്ത് നമ്മൾ ഒരു പരുവായി കഴിയുമ്പോൾ പിന്നെ അടുത്തത് നമ്മൾക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരും. ഹാർട്ട് ഫെയിലിയർ ആവും, അല്ലെങ്കിൽ കണ്ണ് കാണാതെ ആവും, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള പലവിധമായ കോംപ്ലിക്കേഷൻസാണ് ഈ ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ലണ്ടൻ പട്ടണത്തിലാണ് ആദ്യമായിട്ട് ബാൻഡിങ് 1920 ഇൻസുലിൻ കണ്ടുപിടിച്ചത്. വെറും $1 വെച്ചാണ് അതിന് പാറ്റൻ്റ് എടുത്തുകൊണ്ട് അവർ ഈ സാധനം യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയ്ക്ക് കൊടുത്തത്. അതിനുശേഷം പിന്നീട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ ഇൻസുലിൻ ഉപയോഗിച്ചത് ഏത് കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലി ലില്ലി എന്ന് പറയുന്ന കമ്പനിയാണ്. അവരാണ് ഈ സാധനം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. ഏറ്റവും വലിയ രസകരമായ സംഭവം 1999 ഹ്യൂമാലോഗ് ഇൻസുലിന് മെയ്ഡ് ബൈ ഏലി ലില്ലിക്ക് $21 ഒരു വയലിൻ്റെ വില US-ൽ. പിന്നീട് 2019 വന്നു കഴിഞ്ഞപ്പോൾ അതേ ഇൻസുലിൻ്റെ കോസ്റ്റ് $332. അതായത് 1000% കൂടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നത് എ ഗിഫ്റ്റ് ടു ഗ്രീഡ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗിഫ്റ്റായിട്ട് 100 കൊല്ലം മുന്നേ ലഭിച്ച ഒരു മെഡിസിൻ ഇന്ന് ഗ്രീഡ് കൊണ്ട് അത് താങ്ങാൻ പറ്റാത്ത രീതിയിലല്ല. ഇനി ഏറ്റവും വില കൂടുതൽ ഇൻസുലിൻ അമേരിക്കയിലാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്, വളരെ ചീപ്പായിട്ടാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. ലോകത്തിൽ 3 കമ്പനികളാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അവരാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫലം കൊയ്യുന്നതും പണം ഉണ്ടാക്കുന്നതും. എത്രയും പെട്ടെന്ന് ഇന്ത്യ വളരെ ചീപ്പായിട്ടുള്ള രീതിയിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും അത് ലോകത്തിന് മൊത്തം ഒരു വലിയ അനുഗ്രഹമായി തീരാത്തോടത്തോളം കാലം പ്രമേഹ രോഗികൾക്ക് വല്ലാത്തൊരു പ്രയാസമായിട്ട് മാറും. പലർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അതിനേക്കാൾ ഉപരി ഇത് വരാതെ നോക്കാനുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും ഏർലി ഡിറ്റക്ഷനും ഭക്ഷണക്രമത്തിലുള്ള സമൂലമായ മാറ്റം വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം
നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെ നോക്കിയാലും ഈ ബേക്കറികൾ, പലഹാരങ്ങൾ, ബേക്കറികൾ, മധുരമുള്ള സാധനങ്ങൾ, അതുപോലെ ഈ ജ്യൂസുകൾ, ഡ്രിങ്ക്സ്, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ചെറുപ്പം മുതലേ കുട്ടികൾ ഉപയോഗിക്കുകയും അതിനനുസരിച്ചുള്ള വ്യായാമം ഇല്ലാതെ വരികയും മറ്റുള്ള ഭക്ഷണങ്ങളുടെ കുറവും ഈ പ്രോസസ്ഡ് ഫുഡിൻ്റെ അമിതമായ ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ യാതൊരു വിധമായ പാരമ്പര്യമായിട്ടില്ലാത്തവർക്കും കൂടെ ഡയബറ്റിക് കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം.